ഇവിടെ റെഡി ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. കയറിക്കോ, വിളിക്കോ. എല്ലാവരും കേട്ടോ? ഓക്കെ, ആള് ഇവിടെ റെഡിയാണ്. മെന്റൽ മേസ് ചോദിക്കാൻ പോവാണ്. അവൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ? കണ്ടിട്ടുണ്ടോ? ഇല്ല. അവളെ പഠിപ്പിക്കുന്നത് അനീഷ ടീച്ചറാണ്. അനീഷ ടീച്ചറിനെ മാത്രമേ അറിയാവൂ. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ? റെഡിയല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾ കൂടെ ചെയ്തോളൂ കേട്ടോ. മോൾ ആൻസർ പറയും. 1 to 9 വരെ ചെയ്യൂ. ഓക്കെ, 1 to 9 വരെയുള്ള നമ്പേഴ്സാണ് ചെയ്യുന്നത്. മൈൻഡിൽ കാൽക്കുലേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. റെഡി? അപ്പോൾ അബാക്കസ് പഠിച്ചവർ അബാക്കസ് മെത്തേഡിലും, അല്ലാത്തവർ നിങ്ങളുടേതായ മെത്തേഡുകളിലും ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ആൻസർ കിട്ടുമോ നോക്കാം. ഓക്കെ, റെഡി? ആർ യു റെഡി? Clear abacus. Add 1, again add 1, minus 2, add 2, again add 2, minus 4, add 5, add 1, again add 1, add 1, again add 1, minus 4, minus 5, add 6, add 3, minus 1, minus 3, minus 5, add 9, minus 4. Answer? 5. കറക്റ്റ് ആൻസർ. കിട്ടിയോ? എത്ര പേർക്ക് ആൻസർ കിട്ടിയത്? നിങ്ങൾ അബാക്കസ് പഠിക്കുന്നവരാണോ? ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ? നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ കാണാം അബാക്കസ് പഠിച്ചവർ മാത്രമാണ് ആൻസറിലേക്ക് എത്തിയത്. താങ്ക് യു. ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കട്ടെ? റെഡി? അപ്പോൾ ഇവിടെ എഴുതി തയ്യാറാക്കി, നിങ്ങൾ കാണുന്നുണ്ട് എഴുതി തയ്യാറാക്കി എന്നുള്ള. ഞാനിപ്പോൾ ഓടി വന്നതാണ്. ഞാനാണ് അവളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഡയറക്റ്റ് അഡീഷൻ സബ്ട്രാക്ഷനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. കോംപ്ലിമെന്റ് സെക്ഷനിലെത്തിയോ? അത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. നമ്മളൊക്കെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കും. ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരോടാണ് ചോദിക്കുന്നത്. നമ്മളൊക്കെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എങ്ങനെ ചെയ്യുമായിരുന്നോ? ഇല്ല. അപ്പോൾ LKG കുട്ടികൾക്ക് പോലും ഈ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്പേഴ്സ് വെറുതെ ഒന്നും മനസ്സിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. കോൺസെൻട്രേഷൻ വേണം. ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് വരും. ഓക്കെ, നെക്സ്റ്റ്. ആർ യു റെഡി? ക്ലിയർ അബാക്കസ്. ആഡ് 9, minus 4, minus 5, add 6, add 1, again add 1, add 1, minus 3, minus 1, minus 5, add 6, minus 5, minus 1, add 4, add 5, minus 2. Answer? 7. Correct answer. Very good. നിങ്ങൾ 2-3 കൈകൾ ഉയർന്നു. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ വേണോ? അത് അടുത്ത ആളിനെ വിളിക്കട്ടെ? വേണോ? നീ വേണോ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, വീണ്ടും പറയാൻ വേണ്ടി റെഡി ആയിരിക്കുന്നത് കൊണ്ട് അവളുടെ മുഖം കണ്ടപ്പോൾ അവൾക്ക് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കൂടെ വേണമെന്നുണ്ട് അല്ലേ? മിഠായി വേണമെന്നൊക്കെ പിള്ളേർ പറയത്തില്ലേ? അതുപോലെ അവളുടെ മുഖം ഒരു ക്വസ്റ്റ്യൻ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾക്ക് വേണ്ടി വീണ്ടും ഒരു ക്വസ്റ്റ്യൻ